അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ക്ലാസ് 3 ദുറൂസുൽ ഇസ്ലാം രണ്ടാം ഭാഗത്തിലെ 7ാമത്തെ പാഠമാണ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. അദ്ദർസു സാബിർ. നബിയ്യു മുൻതളർ. അവർ ബുസ്ര പട്ടണത്തിലെത്തി. യാത്രാ ക്ഷീണമുണ്ടായിരുന്നു. ഒരിടത്ത് വിശ്രമിക്കാനിരുന്നു. യാത്രാ സംഘത്തെ ബഹീറ എന്ന പുരോഹിതൻ കണ്ടു. വേദ പണ്ഡിതനായ അദ്ദേഹം അവരെ നിരീക്ഷിക്കുകയായിരുന്നു. യാത്രാ സംഘത്തിനു മുകളിൽ ഒരു പ്രത്യേക ഭാഗത്ത് കാർമേഘം നിഴൽ വിരിച്ചിരിക്കുന്നു. അവരുടെ സഞ്ചാരഗതിക്കനുസരിച്ച് അത് മുകളിലൂടെ തെന്നി നീങ്ങുന്നു. ബഹീറ ആശ്ചര്യപ്പെട്ടു. കാര്യം മനസ്സിലാക്കാൻ അദ്ദേഹം ധൃതിയായി. കച്ചവട സംഘത്തിലെ എല്ലാവരെയും തന്റെ പർണശാലയിലേക്ക് ക്ഷണിച്ചു. സംഘത്തെ സൂക്ഷിച്ചു നോക്കി. അദ്ദേഹം ചോദിച്ചു, എല്ലാവരും വന്നിട്ടില്ലേ? ഒരു കുട്ടിയുണ്ട്, അവൻ വന്നിട്ടില്ല, ഒരാൾ പറഞ്ഞു. ബഹീറ, അവനെയും വിളിക്കൂ. ആശ്രമത്തിലെത്തിയ കുട്ടിയെ അദ്ദേഹം പ്രത്യേകം നിരീക്ഷിച്ചു. അന്ത്യപ്രവാചകനെക്കുറിച്ച് പൂർവ്വവേദങ്ങളിൽ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം അദ്ദേഹം കുട്ടിയിൽ കണ്ടു. ബഹീറ, ഈ കുട്ടി നിങ്ങളുടെ ആരാണ്? അബൂ ത്വാലിബ്, എൻ്റെ മകൻ. ബഹീറ, അല്ല, ഈ കുട്ടിയുടെ പിതാവ് ജീവിച്ചിരിക്കാനിടയില്ല. അബൂ ത്വാലിബ്, എൻ്റെ സഹോദരപുത്രനാണ്. ബഹീറ, പിതാവിന് എന്തു സംഭവിച്ചു? അബൂ ത്വാലിബ്, ഈ കുഞ്ഞ് ഗർഭത്തിലായിരിക്കെ പിതാവ് മരണപ്പെട്ടു. ബഹീറ, ശരി, അവനെയുമായി ഉടൻ നാട്ടിലേക്ക് മടങ്ങുക. ജൂതന്മാരെ സൂക്ഷിക്കുക. അവർ ഈ കുട്ടിയെ അപായപ്പെടുത്തിയേക്കാം. ഈ കുഞ്ഞിന് മഹത്തായ ഒരു ഭാവിയുണ്ട്. അത് കേട്ട അബൂ ത്വാലിബിന് ആശങ്കയും വർദ്ധിച്ചു. കച്ചവടം പൂർത്തിയാക്കി വേഗം അവർ നാട്ടിലേക്ക് മടങ്ങി. ഇന്നാ ലിസാ സ്വബിയ്യി ശഅനൻ അളീമൻ. നിശ്ചയം ഈ കുഞ്ഞിന് മഹത്തായ ഒരു ഭാവിയുണ്ട്. നമുക്ക് തദ്രിബാത്തിലേക്ക് കടക്കാം. പ്രവർത്തനം 1. നഖ്റു വനഫ്ഹം. വായിച്ച് മനസ്സിലാക്കാം. ബഹീറ, ഒരു വേദ പുരോഹിതന്റെ നാമം. ദൈർ, പർണശാല. സഹാബത്തുൻ, മേഘം. സഞ്ചാരഗതി, സഞ്ചാരവഴി. നിരീക്ഷിച്ചു, സൂക്ഷിച്ചു നോക്കി മനസ്സിലാക്കി. അലാമത്തു, ലക്ഷണം. യഹൂദിയുൻ, ജൂതൻ. അപായപ്പെടുത്തി, അപകടപ്പെടുത്തി. ലക്ഷണം, അടയാളം. പർണശാല, ആരാധനാസ്ഥലം. ഉത്തരം 2. യോജിച്ച ജുമല. തന്നിരിക്കുന്ന വാക്കുകൾ കൊണ്ട് സെന്റൻസ് ഉണ്ടാക്കാം. 1. നിരീക്ഷിച്ചു. ആൻസർ, അദ്ദേഹം കുട്ടിയെ പ്രത്യേകം നിരീക്ഷിച്ചു. 2. നിഴൽ വിരിച്ചു. ആൻസർ, ആകാശം നിഴൽ വിരിച്ചു. 3. ലക്ഷണങ്ങൾ. ആൻസർ, പനിയുടെ ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങി. 4. ഗർഭത്തിലിരിക്കെ. ആൻസർ, പിതാവ് ഗർഭത്തിലിരിക്കെ മരിച്ചു. അടുത്ത, അപായപ്പെടുത്തി. ആൻസർ, അവർ ഈ കുട്ടിയെ അപായപ്പെടുത്തിയേക്കാം. പ്രവർത്തനം 3. നുജീബ്. ഉത്തരം എഴുതാം. ക്വസ്റ്റ്യൻ 1. ബുസ്ര പട്ടണം എവിടെ? ആൻസർ, ഷാമിൽ. ക്വസ്റ്റ്യൻ 2. ആരാണ് ബഹീറ? ആൻസർ, ക്രിസ്ത്യ പുരോഹിതൻ. ക്വസ്റ്റ്യൻ 3. ബഹീറ കച്ചവട സംഘത്തെ പർണശാലയിലേക്ക് വിളിക്കാൻ കാരണമെന്ത്? ആൻസർ, യാത്രാ സംഘത്തിനു മുകളിൽ ഒരു പ്രത്യേക ഭാഗത്ത് കാർമേഘം നിഴൽ വിരിച്ചിരിക്കുന്നു. അവരുടെ സഞ്ചാരഗതിക്കനുസരിച്ച് അത് മുകളിലൂടെ തെന്നി നീങ്ങുന്നു. ബഹീറ ആശ്ചര്യപ്പെട്ടു. കാര്യം മനസ്സിലാക്കാൻ. ക്വസ്റ്റ്യൻ 4. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ബഹീറ എന്താണ് ദർശിച്ചത്? ആൻസർ, അന്ത്യപ്രവാചകനെക്കുറിച്ച് പൂർവ്വവേദങ്ങളിൽ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം അദ്ദേഹം കുട്ടിയിൽ കണ്ടു. ക്വസ്റ്റ്യൻ 5. ബഹീറ അബൂ ത്വാലിബിനോട് എന്താണ് നിർദ്ദേശിച്ചത്? ആൻസർ, അവനെയുമായി ഉടൻ നാട്ടിലേക്ക് മടങ്ങുക. ജൂതന്മാരെ സൂക്ഷിക്കുക. അവർ ഈ കുട്ടിയെ അപായപ്പെടുത്തിയേക്കാം. ഈ കുഞ്ഞിന് മഹത്തായ ഒരു ഭാവിയുണ്ട്. പ്രവർത്തനം 4. നക്തുബു ഹിവാർ. സംഭാഷണം എഴുതാം.
ക്വസ്റ്റ്യൻ 1. ബഹീറയും അബു തോലിബും തമ്മിലുള്ള സംഭാഷണം എഴുതുക. ആൻസർ: ബഹീറ: ഈ കുട്ടി നിങ്ങളുടെ ആരാണ്? അബു താലിബ്: എൻ്റെ മകൻ. ബഹീറ: അല്ല, ഈ കുട്ടിയുടെ പിതാവ് ജീവിച്ചിരിക്കാനിടയില്ല. അബു താലിബ്: എൻ്റെ സഹോദരപുത്രനാണ്. ബഹീറ: പിതാവിന് എന്തു സംഭവിച്ചു? അബു താലിബ്: ഈ കുഞ്ഞ് ഗർഭത്തിലായിരിക്കെ പിതാവ് മരണപ്പെട്ടു. ബഹീറ: ശരി, അവനെയുമായി ഉടൻ നാട്ടിലേക്ക് മടങ്ങുക. ജൂതന്മാരെ സൂക്ഷിക്കുക, അവർ ഈ കുട്ടിയെ അപായപ്പെടുത്തിയേക്കാം. ഈ കുഞ്ഞിന് മഹത്തായ ഒരു ഭാവിയുണ്ട്. പ്രവർത്തനം 5. നോയേത് ഹുതുബ്. അബൂ ത്വാലിബിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ സിറിയ യാത്ര എന്ന വിഷയത്തിൽ പ്രസംഗം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. കൂട്ടുകാർ ഇത് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. പ്രവർത്തനം 6. നക്തശിഫ്. ക്വസ്റ്റ്യൻ 1. ഈ പാഠത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തെല്ലാം മനസ്സിലായി? ആൻസർ: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് പൂർവ്വവേദ പണ്ഡിതന്മാർക്ക് ശരിയായ വിവരമുണ്ടായിരുന്നു. അസൂയാലുക്കളെ സൂക്ഷിക്കണം. അവരുടെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ജാഗ്രത പാലിക്കണം. ഇപ്പോൾ ഈ പാഠത്തിൻ്റെ എല്ലാ തദ്ദേശീയ അവസാനിച്ചിട്ടുണ്ട്. കൂട്ടുകാർക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.